It happens only in India is happening on Club FM. Ton കണക്കിന് ഫൺ. ഇത് ഉങ്കൽ പൂജ தான் കൂടെയുള്ളത്. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേര് ബറാക് ഒബാമ. അമേരിക്കയില് പുതിയ മീനിനെ കണ്ടുപിടിച്ചു. അതിന്റെ പേരും ഒബാമ. ഫുൾ നെയിമില് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്തിയസ്തോമ ഒബാമ. എന്റെ അമ്മേ, പ്രസിഡന്റിന്റെ പേര് കിട്ടിയതോടെ മീനിന്റെ ഭാവം അഹംഭാവമായി കാണും. അല്ല, അങ്ങനാണെങ്കിലേ ഇന്ത്യയിൽ ഒരു പുതിയ മീനിനെ കണ്ടുപിടിച്ചാൽ ആരുടെ പേരിടണം? ഇത്യോസ്തോമ സോണിയാഗാന്ധി നേടേണ്ടി വരും. ഇത്യോസ്തോമ ചാണ്ടി, മൻമോഹൻ സിംഗ് പോലെ. ഈസ്തോമ മൻമോഹൻ സിംഗ്. ഈസ്തോമ പ്രണബ് മുഖർജി. മൻമോഹൻ ഇമാമ. എന്റെ അഭിപ്രായത്തില് ഒന്നുകിൽ പ്രണബ് മുഖർജി നിടാം, അല്ലെങ്കിൽ മമതാ ബാനർജി നിടാം. ക്യൂങ്കി ഇവർക്ക് രണ്ടുപേർക്കും മീനില്ലാത്ത ഭക്ഷണം പവറില്ലാത്ത പൊളിറ്റീഷ്യൻസിനെ പോലെയാണത്രേ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. സ്റ്റേ ട്യൂൺഡ്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. 50-ൽ 50, 100-ൽ 100 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ 100-ൽ 102 മാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടുമോ? കിട്ടും. പഠിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ലാസ്റ്റ് വീക്ക് ഇൻ ഡൽഹി. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് ഇയർ ഫ്രഞ്ച് എക്സാമിനാണ് പല സ്റ്റുഡൻസിനും ടോട്ടൽ മാർക്കായിട്ടുള്ള 100-ൽ 102 മാർക്ക് കിട്ടിയത്. ഷടാ, ഇനി ഇവരെല്ലാം എഴുതിയ ഫ്രഞ്ച് കണ്ടിട്ടേ വട്ടുപിടിച്ചതുകൊണ്ടാവോ പേപ്പർ നോക്കിയ ടീച്ചർ 100-ന് പേരും 102 ഇട്ടത്? അല്ലേലും ഇപ്പൊ തലതിരിവുകളെല്ലാം നടക്കുന്നത് അങ്ങ് തലസ്ഥാനത്താണല്ലോ. എന്തായാലും കിട്ടിയത് കൂടുതൽ മാർക്കാണെന്ന് തുറന്നു പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഒരു ഹാറ്റ്സ് ഓഫ്. ഇത് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ, ഓൺലി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. Now it's time for Super Dialogue of the Week on It Happens Only in India. Maybe they are poor, coolies, trolley pullers, but they are not beggars. കഴിഞ്ഞ ആഴ്ചയിലെ സൂപ്പർ ഡയലോഗ് മമതാ ബാനർജിയുടെ വകയായിരുന്നു. അതും പറഞ്ഞത് ഇച്ചിരി കടുപ്പമായി പോയി കേട്ടോ. വിവാദവുമായി. അല്ല പിന്നെ പ്രൈം മിനിസ്റ്ററെ തല്ലും എന്നൊക്കെ പറയാൻ പാടുണ്ടോ? Actually, in a democratic country, we have the rights to meet the Prime Minister എന്നത് beat the Prime Minister എന്ന മീഡിയ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നാണ് മമതാജി പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവല്ലോ. അതോ ഇനി ഇടയ്ക്കൊരു വികട സരസ്വതി മമതാ ദീദിയുടെ നാവിൽ വിളയാടിയോ? It happens only in India is happening on your favorite Club FM. Ton കണക്കിന് fun. This is your RJ Pooja with you. It happens only in India. ക്ലോക്കിലെ സൂചികൾ പറയുന്നു ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയുടെ ഈ ആഴ്ചത്തെ കലാപരിപാടികൾ വൈൻഡപ്പ് ചെയ്യാറായിന്ന്. പക്ഷേ ബിഫോർ വി എൻഡ് ആർ ഷോ, ക്ലബ് FM ഇപ്പൊ ട്യൂൺ ചെയ്തവർക്കായി ഇന്നത്തെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയുടെ ഒരു ചെറിയ റീക്യാപ്പ്. കേരളം കണ്ട ഏറ്റവും വലിയ കള്ളനായിരുന്നു കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണി ചേട്ടന്റെ ടെറിട്ടറിയിലേക്ക് കഴിഞ്ഞ ആഴ്ച ഒരു മറുനാടൻ കള്ളൻ കടന്നു കയറി. മിസ്റ്റർ മുരുകപ്പ, ನೀವು ಬಂಟಿ ಚೋರನೆ ಅರೆಸ್ಟ್ ಪಣ್ಯಾಚನ ಕೇಟು ನ್ಯೂಸ್ ಕರೆಕ್ಟ್ ತಾನೆ? ആകാശത്തോടെ വിമാനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റിനെ ഉടനെ ഒരു ഉള്ളിക്കച്ചോറി തിന്നണം എന്ന് തോന്നിയാലോ? ഇറ്റ് ഹാപ്പൻഡ് ലാസ്റ്റ് വീക്ക് ഇൻ മുംബൈ. 50-ൽ 50, 100-ൽ 100 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ 100-ൽ 102 മാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടുമോ? കിട്ടും. പഠിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ. കഴിഞ്ഞ ആഴ്ചയിലെ സൂപ്പർ ഡയലോഗ് മമതാ ബാനർജിയുടെ വകയായിരുന്നു. വി ഹാവ് ദ റൈറ്റ്സ് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ എന്നത് ബീറ്റ് ദ പ്രൈം മിനിസ്റ്റർ എന്ന മീഡിയ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നാണ് മമതാജി പറയുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച വരെ. എനിക്കുള്ള മെയിലുകൾ മറക്കാതെ അയക്കുക. IDs ithappens@clubfm.co.in. ഇത് your RJ Pooja signing off. But you stay tuned to Club FM. Ton കണക്കിന് fun.